ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളറിലേക്ക് കുറച്ചൊരു ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബോട്ടിലേക്കൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു കോട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറില്ലേ, നല്ലൊരു ലൈറ്റ് ബ്ലൂ ആയിട്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പംകിൻ്റെ സീഡാണ്. പംകിൻ്റെ സീഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പംകിൻ്റെ സീഡ് വെച്ചിട്ട് ഓൾറെഡി 2-3 ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിലാട്ടാണ്. ഇനി നമുക്ക് ഈ പംകിൻ്റെ സീഡ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സീഡ്സ്, ഒരു പകുതി സീഡ്സ് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറച്ച് സീഡ്സ് നമ്മളൊരു പർപ്പിൾ കളറിലേക്ക് കുറച്ച് വൈറ്റും കൂടെ, ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ കുറച്ച് സീഡ്സ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളേഴ്സ് ഈ ഒരു കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് കുറച്ചും കൂടി ഒരു പിങ്കും വൈറ്റും മാച്ച് ആവുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ ആ ഒരു പംകിൻ്റെ സൈഡ് ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു സൈഡ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടാൻ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സീഡ്സ് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പിങ്ക് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പംകിൻ്റെ സീഡ് വെച്ചിട്ട് ഒരു 4 പെറ്റൽ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 പെറ്റലുള്ളൊരു കുഞ്ഞ് ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മേലെ 4 പെറ്റൽ പിങ്ക് കളറും താഴെ വൈറ്റ് കളറുമായിട്ട് അങ്ങനെയുള്ള ഫ്ലവേഴ്സായിട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് 5 ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമ്മളെ ബോട്ടിൽ ഒരുപാട് വലിയ ബോട്ടിലല്ല, ഒരു കുഞ്ഞു ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ഫ്ലവർ അതിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റിൽ മാത്രം ഒട്ടിച്ചപ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായയുടെ സീഡാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുക്കൊന്ന് ഇങ്ങനെ ഒരു പൂമ്പൊടി പോലെ കിട്ടാനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പപ്പായയുടെ സൈഡൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് അതിന് പകരം കുഞ്ഞു കുഞ്ഞു ബീഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3D ഔട്ട്ലൈൻ ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡ്രോപ്പ് ആക്കി കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ 5 ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. കാരണം പപ്പായയുടെ സീഡാണെങ്കിലും നല്ല രസമാണ്, ചെറിയൊരു മുള്ളു പോലുള്ളൊരു ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ നടുക്കും സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഈ ഒരു ഫ്ലവറിന് നല്ലൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് വയലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു തിന്നായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പൂമ്പൊടിയുടെ ആ ഭാഗത്ത് നിന്ന് പെറ്റലിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ 1-2 ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഭംഗി കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പപ്പായയുടെ സീഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റ് ഒരു പിങ്കിലേക്ക് ഒരു വയലറ്റ് കളർ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ, പിന്നെ നമ്മൾ നടുക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ടിപ്പിലുണ്ടല്ലോ, ടിപ്പിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുക്കാം ആ ഒരു കളർ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടെ ഒന്ന് ലീവ്സ് ഒക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് 1-2 ലീവ്സ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു സാപ്രീന് മാത്രമാകുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ല കേട്ടോ. പിന്നെ ഞാൻ ലെമൺ യെല്ലോയും കൂടെ വെച്ചിട്ട് കുറച്ചിങ്ങനെ ലീവ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ചില ഫ്ലവേഴ്സ് ലീവ്സ് സാപ്രീന്, ചിലത് ലെമൺ യെല്ലോ, പിന്നെ ചിലത് നമ്മൾ 2 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പെയിൻറ്റ് 2 കളറിലും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ലീവ്സ് പോലെ ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ ഒരു 3 കളർ വെച്ചിട്ട് ആ ഒരു ലീവ്സൊക്കെ ചെയ്തെടുക്കുമ്പം ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. വാടിയിട്ടുള്ളത്, ഫ്രഷ് ആയിട്ടുള്ളത്, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വാട്ടം വന്നിട്ടുള്ള ടൈപ്പ് ലീവ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഭംഗി കിട്ടാനാണ് നമ്മളിവിടെ ഗ്രീനും യെല്ലോയും കൂടെ ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ലീവ്സ് മാത്രം ചെയ്തെടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ചുകൂടി നിറയെ ആ ഒരു ലീവ്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഫ്ലവറും ചെറുതായിട്ടൊന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ലീവ്സും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ഞാനിവിടെ ഡാർക്ക് വയലറ്റ് കളർ എടുത്തിട്ട് ചെറുതായിട്ടൊരു കുഞ്ഞു ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ വരച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് ആ പിങ്കും ഗ്രീനും പിന്നെ ഒരു ഡാർക്ക് വയലറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ കുറച്ചും കൂടി ഒന്നിങ്ങനെ ആ ഒരു ഫ്ലവറിനൊക്കെ ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ വൈറ്റ് കളറിലേക്ക് കുറച്ചൊന്നിങ്ങനെ ലൈറ്റ് പിങ്ക് ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. 4 പെറ്റലായിട്ടുള്ള കുഞ്ഞു ഫ്ലവർ പോലെ ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ചെയ്യുന്നത് കൂടുതലായിട്ട് ആ ഒരു ലീവ്സ് ഉണ്ടല്ലോ, നമ്മൾ ആ ലീവ്സിൻ്റെ മേലെയായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ലീവ്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫ്ലവർ ബഞ്ചാണ് ഇവിടെ, ഒരു ബൊക്കെയൊക്കെ അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറും പിന്നെ കുഞ്ഞു ഫ്ലവറും ഒരുപാട് ലീഫൊക്കെ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു പിങ്ക് ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരുപാട് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ബ്രൗൺ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സീഡ്സ് ഒന്നും ഒരിക്കലും ചീത്തയായി പോവുകയില്ല. നമ്മൾ നല്ല ലൈറ്റ് ബ്ലൂവിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നുമല്ല യൂസ് ചെയ്തത്. എന്നാലും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഒരുപാട് ലീവ്സ് ഒക്കെ ചെയ്തെടുത്തോടൊപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പംകിൻ്റെ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഏത് സീഡ്സ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടർമെലിൻ്റെ സീഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയിട്ടുള്ളതാണ് നമുക്ക് പംകിൻ്റെ സീഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഒരു ഡിസൈനിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചെന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.